ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് ഫ്രാൻസിലോട്ട് പോവുകയാണ്. ഒരുപാട് സന്തോഷമായിട്ടാണ് ഞാനുള്ളത്. ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ ഇന്നലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചു. ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് മാത്രമല്ല, എല്ലാ ബ്രാഞ്ചിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മലയാളീസൊക്കെ അറിയുന്നവരൊക്കെ പ്ലാൻ ചെയ്തതാണ് ഇന്ന ഡേറ്റിൽ ഇവിടെ തന്നെ നമുക്ക് പോകാമെന്ന്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പാസ്പോർട്ടും പിന്നെ നമ്മളുടെ റെഡ് കാർഡും. കാരണം അവിടെ പോകുമ്പോൾ ബോർഡറിൽ നിന്ന് ചെക്കിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഞാൻ റെഡിയായി ഗൈസ്. അപ്പോൾ നമുക്ക് പോവാം. രാവിലെ 7 o'clock ഞങ്ങൾക്ക് മീറ്റിംഗ് പോയിന്റിൽ എത്താനുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ടൈമിൽ ഞങ്ങൾക്ക് ബസ്സില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഒരുപാട് നടന്ന് ഏകദേശം 5 o'clock രാവിലെ എണീറ്റ് നമ്മൾ നടന്നിട്ടാണ് 5:45 ട്രെയിനിന് ഞങ്ങൾ പോയത്. നടന്നു. പക്ഷേ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോഴും അത്ര ടയേർഡൊന്നും തോന്നിയില്ല. ഞാനും മെർലിൻ ചേച്ചിയായിരുന്നു അവിടെ നിന്ന് നടന്നേ. അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. മാത്രമല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മെല്ലെ തന്നെയാണ് നമ്മൾ നടന്നിട്ട് പോയത്. അങ്ങനെ നമ്മൾ ട്രെയിനും കയറി ഞങ്ങളിപ്പോൾ പോവാണ്, മീറ്റിംഗ് പോയിൻറ്റിലേക്ക് പോവാണ്. മീറ്റിംഗ് പോയിൻറ്റ് ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്ലേസിൽ നിന്ന് ഏകദേശം ട്രെയിനിൽ 45 minutes 1 hourൻ്റെ അടുത്തുണ്ട്. ബ്രഗൻസിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. കയറിയപ്പോൾ തന്നെ ജസ്റ്റ് വിശന്നു. രാവിലെ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് ബന്നെടുത്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ എത്തിയ പാടെ ഞങ്ങളുടെ ബസ്സിൽ കയറിയിരുന്നു. ഇത് ജീനു ചേച്ചിയും ടിൻസി ചേച്ചിയുമാണ്. അവർ വേറൊരു ബ്രാഞ്ചിലുള്ളതാണ്. അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ട്രാവൽ ആരംഭിച്ചു. പിന്നെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇവരതിൻ്റെ ഓരോരോ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ ഓരോന്നും കേട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഏറെക്കുറെ എല്ലാം മനസ്സിലായിട്ടൊന്നുമില്ല. കാരണം ഇവരാണെങ്കിൽ നല്ല ജർമ്മനിയിൽ തന്നെയാണ് പറയുന്നത്. ജർമ്മനിയിലെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും എല്ലാം മനസ്സിലാവില്ല. പിന്നെ ജസ്റ്റ് വിശന്നുകൊണ്ട് ഞങ്ങൾ ഓവർനൈറ്റ് സോട്സ് തലേദിവസം ആക്കി വെച്ചായിരുന്നു, അതെടുത്ത്. പക്ഷേ ഈ കാണുന്നത് എന്താണെന്നറിയോ, ഈ സംഭവം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പലതവണ ക്യാമറയുടെ ആംഗിൾ സെറ്റാക്കുന്നതാണ്. പക്ഷേ ബസ് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതങ്ങ് താഴെ വീഴും. അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്ത് അവസാനം ക്യാമറ സെറ്റായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്ന സാധനം കഴിച്ചു. പക്ഷേ ഇത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നന്നായി നിറയുന്നുണ്ട്. കാരണം അതിൽ ഓട്സും നട്ട്സും പിന്നെ വാനില യോഗേർട്ട്, മിൽക്ക്, ബനാന എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, കഴിച്ച വയറൊക്കെ നിറഞ്ഞ ശേഷം ഇത് സ്വിറ്റ്സർലാൻഡാണ്. ഇപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസം തന്നെയാണ് ഞങ്ങൾ രണ്ടാമത്തെ കൺട്രിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ ഇറങ്ങി. ഇവിടെയാണ് നമുക്ക് ബ്രേക്ക് ടൈം തന്നത്. നമ്മുടെ രണ്ടാമത്തെ ബസ്സിലുണ്ടായ സ്നേഹ ചേച്ചി ഇവിടെ നിന്ന് കണ്ടു. അങ്ങനെ അവിടെ ഉണ്ടായ മാളിൽ നമ്മൾ കയറി. അവിടെയാണെങ്കിൽ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ നന്നായിട്ട് പൈസ കൊടുക്കണം. അത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ നമ്മുടെ ബസ്സിലും ഉണ്ട് വാഷ്റൂം. അങ്ങനെ നമ്മൾ അതാ യൂസ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ലാണ്ട് വെറുതെ കറങ്ങി അവിടെ നിന്ന് നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. സംഭവം കാണാൻ പ്ലേസ് അടിപൊളിയാണ്. ഈ അടിപൊളി സ്പോട്ടിൽ നിന്നൊക്കെ പോയി വീഡിയോ ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വാങ്ങി. ആക്ച്വലി ഞാൻ ഫുഡ് വാങ്ങിയിട്ടില്ല, സ്നേഹ ചേച്ചിയായിരുന്നു ഫുഡ് വാങ്ങിയ. ചേച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാർഡ് അക്സെപ്റ്റ് ചെയ്യും, ഡെബിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ മണി കൊടുക്കുകയാണെങ്കിൽ അതും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് റിട്ടേൺ കിട്ടുന്ന എമൗണ്ട് നമുക്ക് സ്വിസ് ആയിരിക്കും കിട്ടുക. പിന്നെ ഈ സ്പോട്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് കയറി ഗൈസ് ഫൈനലി നമ്മൾ ഫ്രാൻസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫ്രാൻസിലോട്ട് എൻ്റർ ചെയ്തു. കോൾമാർ എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല, പക്ഷെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് വന്നു, നിർത്തി. നമ്മളെല്ലാവരും പോവാണ്. ആക്ച്വലി ഇവിടുന്ന് നമുക്ക് പിരിഞ്ഞ് പോവാം, അല്ലാതെ ഇവരുടെ കൂടെ തന്നെ പോകണമെന്നില്ല. പക്ഷേ ഈ പ്ലേസിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. അടുത്ത കൺട്രി ആയതുകൊണ്ട് റോമിങ് ആയതുകൊണ്ട് നെറ്റും കിട്ടുന്നില്ല. അങ്ങനെ സ്നേഹചേച്ചിയുടെ കയ്യിൽ നെറ്റ് ഉണ്ടായിരുന്നു. ആ നെറ്റും മാപ്പും വെച്ചാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്കും പോയത്. പക്ഷെ അവിടെ എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 11-11:30 ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്പോട്ട് എത്തുമ്പോഴും വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, ഇതായിരുന്നു മെയിൻ പരിപാടി. അങ്ങനെ ഓരോരോ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുന്നത്, എന്തെങ്കിലും കഴിക്കാൻ പോയാലോ എന്നാ ഞം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി. ഓരോ റെസ്റ്റോറൻറ്റിൽ കയറി ഇറങ്ങാൻ നമ്മൾ നോക്കി. കാരണം ഇന്ത്യൻ ഫുഡാണ് നമ്മൾ ആക്ച്വലി അന്വേഷിച്ചത്. പക്ഷേ അത് പെട്ടെന്നൊന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ദൂരം പോകണം. ഇവിടെ നിന്ന് ബസ്സിനെ കുറിച്ച് അറിയില്ല, ബസ്സിൻ്റെ കാർഡില്ല, കയ്യിൽ ക്യാഷായിട്ട് ഉണ്ടായില്ല, നമുക്ക് കാർഡാണ് ഉണ്ടായത്. അങ്ങനെ ബസ്സിൽ പോകാണ്ട് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കാം എന്ന് തീരുമാനിച്ചു. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് കയറിയ പ്ലേസിൽ
അത്ര നല്ല ഫുഡ് ഐറ്റംസ് ആണെന്ന് തോന്നിയില്ല. അങ്ങനെ സെക്കൻഡ് നമ്മളൊരു റെസ്റ്റോറൻറ്റ് എത്തി. ഏഷ്യൻ ഫുഡാണ് ഓർഡർ ചെയ്തത്, വിത്ത് റൈസൊക്കെ വരുന്നത്. ഒരുപാട് പ്രാവശ്യം മെനു തിരിച്ച് നോക്കിയാലും സെയിം ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് കണ്ട ഒരു ഫുഡ്. പിന്നെ ഫുഡ് വന്നപ്പോൾ തോന്നി ഇവിടുത്തെ വല്ല ഫുഡും ട്രൈ ചെയ്താൽ മതിയായിരുന്നു. കാരണം റൈസ്, അതിൽ മഞ്ഞൾ വെള്ളം, പിന്നെ ഫ്രൈഡ് ചിക്കൻ, അതിനേക്കാൾ ആ ബർഗർ വാങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിലുണ്ടായ ഫ്രൈഡ് ചിക്കൻ്റെ പീസ്, അത് അടിപൊളി ടേസ്റ്റായിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് നല്ലൊരു പ്ലേസായിരുന്നു. ഏത് സ്പോട്ട് കണ്ടാലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തന്നെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ റീൽസ് ആക്കാമെന്ന് തീരുമാനിച്ച് ഒരുപാട് റീൽസ് തപ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഫൈനലി ഒരു റീൽ കണ്ടുപിടിച്ച് നമ്മൾ പ്രാക്ടീസിലോട്ടാണ് കിടക്കുന്നത്. ഏത് ഡാൻസ് ആണെന്നറിയോ? ഒന്ന് ദേഹമൊന്നും അനങ്ങാത്തൊരു സിമ്പിളായിട്ട് തട്ടിക്കൂട്ടലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതേ തട്ടിക്കൂട്ടൽ നമ്മളൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. ക്യാമറ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അവിടുത്തെ തന്നെ ഒരു വെക്കാൻ പറ്റുന്ന ചെറിയ സ്റ്റാൻഡ് പോലത്തെ സ്ഥലത്ത് വെച്ച് പല പ്രാവശ്യം തെറ്റിച്ചാണ് കളിച്ചെങ്കിലും ഏകദേശം ഈ പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ അവിടെ സമയം കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ കുറച്ച് ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒറിജിനൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഈ പ്ലേസിൽ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അടുത്ത സ്പോട്ടേ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് കോൾമാർ പാർക്ക്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഇവിടെ നിന്ന് മാപ്പിട്ട് കുറച്ച് ഞങ്ങൾ നടന്നു. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൾമാർ പാർക്കിലെത്തിയപ്പോൾ തോന്നി ആക്ച്വലി ഫസ്റ്റ് തന്നെ ഇവിടെ വന്നാൽ മതിയായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒരുപാട് ഫോട്ടോ എടുക്കേണ്ട സ്പോട്ടും ഉണ്ട്, നല്ല റിലാക്സ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള എൻവറോൺമെൻറ്റും ഉണ്ട്. പിന്നെ നമ്മളുടെ നാട്ടിലത്തെ പോലെ ഒച്ചയും ബഹളമൊന്നുമില്ല. അത് ഒരു സൈഡ് നോക്കുമ്പം പോസിറ്റീവാണ്, റിലാക്സ് ആവും. അടുത്ത ഒരു സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു നാട് തന്നെയാണ് ബെറ്റർ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുക. എങ്ങോട്ടൊക്കെ ഇപ്പോൾ പോകുന്നത്? തിരിച്ച് നമ്മൾ ബസ്സിൽ കയറാനാണ് പോകുന്നത്. അങ്ങനെ ബസ്സിൽ കയറി ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡായി. കാരണം നല്ല വെയിലായിരുന്നു. എല്ലാവരും ടാൻ അടിച്ച് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷീണമായി ആകെ ഹെയർ സ്റ്റൈലിൽ മാറ്റി നമ്മുടെ ലാസ്റ്റ് ബൺ ഹെയർ സ്റ്റൈലിന് ചെയ്യലായി. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ബസ്സിൽ നിന്നൊരു കോള കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കോളയൊക്കെ കുടിച്ച്, ആക്ച്വലി ഞാനങ്ങനെ കൊക്കക്കോളയൊന്നും കുടിക്കാറില്ല, പക്ഷെ നല്ല ചൂടായതുകൊണ്ട് തന്നെ തണുത്തൊരു സാധനം കിട്ടുമ്പോൾ നല്ല സുഖം. ഇതിങ്ങനെ പോകുന്ന വഴി അറിയുന്നത് അത്രയ്ക്കും സുഖമായിരുന്നു ഈ കോള കുടിക്കുമ്പോൾ ആ സമയത്ത് കിട്ടിയ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിൽ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നായിരുന്നു, മിക്സർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. അതും ഞങ്ങൾ കഴിച്ചു. പിന്നെ ആദ്യം ഒരു ബ്രേക്ക് നിന്നു. ആ സമയത്ത് നിൽക്കുമ്പോൾ തലയെല്ലാം നോക്കി ഒരുമാതിരി കോലം കെട്ട അവസ്ഥയിലായി. പിന്നെ അവിടെ നിന്ന് പിന്നെയും ട്രാവൽ ആരംഭിച്ചു. അങ്ങനെ പോയി ടൈം ലേറ്റായി. അവിടെ നിന്ന് ജിനു ചേച്ചിയും ടിൻസി ചേച്ചി ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഞങ്ങൾക്കാണെങ്കിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് ട്രെയിനിൽ പോകണം, ട്രെയിനിൽ നിന്ന് ആദ്യം ബസ്സിൽ പോകണം. ഞങ്ങൾക്ക് കുറച്ച് ലോങ് ആയിട്ടാണുള്ളത്. അങ്ങനെ ഇവരും പോയി, നമ്മളും പോവുകയാണ് ഗയ്സ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.